നമസ്കാരം. ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കമ്പവാതം എന്ന ന്യൂറോളജിക്കൽ രോഗത്തെക്കുറിച്ചും അതിന് ആയുർവേദ ശാസ്ത്രത്തിലൂടെയുള്ള പ്രതിവിധികളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോ. എന്താണ് കമ്പവാതം? ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ പാർക്കിൻസൺസ് രോഗമെന്നാണ് അറിയപ്പെടുന്നത്. പാർക്കിൻസൺസ് രോഗമെന്ന് പേര് വരാനുള്ള കാരണം 1867 ജെയിംസ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു ന്യൂറോളജി ഡോക്ടർ യുണൈറ്റഡ് കിങ്ഡം ലണ്ടനിലെ ഷെയ്ക്കിംഗ് പാൽസി എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഈ ഷെയ്ക്കിംഗ് പാൽസി എന്ന രോഗത്തിനെ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് വൈദ്യലോകം വിളിച്ചു പോന്നു. എന്താണ് പാർക്കിൻസൺസ് രോഗം അല്ലെങ്കിൽ കമ്പവാതം? പാർക്കിൻസൺസ് രോഗം എന്നുള്ളത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ, പ്രധാനമായിട്ടും സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്തെ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ക്രമേണ നമ്മുടെ ശരീരത്തിൻ്റെ ചലനത്തെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു രോഗമാണ് പാർക്കിൻസൺസ് രോഗം. പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൈകളിലും കാലുകളിലും അല്ലെങ്കിൽ ശരീരത്തിലും തലയിലും എല്ലാം ഉണ്ടാവുന്ന വിറയൽ, നടത്തം വളരെ പതുക്കിയായി പോവുക, നടക്കുമ്പോൾ നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ, അതുപോലെ തന്നെ കുറച്ചു നേരം നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ പോസ്ചർ, ഷോൾഡറൊക്കെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മടങ്ങിപ്പോരുന്ന പോലത്തെ ഒരവസ്ഥ, സംസാരം വ്യക്തമാവാതിരിക്കുക, അല്ലെങ്കിൽ ക്ലാരിറ്റി കുറയുക, അല്ലെങ്കിൽ ഒച്ച കുറയുക, ഓർമ്മക്കുറവ്, പ്രത്യേകിച്ച് ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉണ്ടാവുക, ശോധന വളരെയധികം കുറയുക, വിശപ്പ് ഒന്നുകിൽ അമിതമാവുക അല്ലെങ്കിൽ വളരെയധികം കുറയുക, യൂറിനറി ഇൻകോണ്ടിനൻസ്, അതായത് നമുക്ക് നമ്മുടെ മൂത്രം ഒഴിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുക, പെട്ടെന്ന് പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവുക, ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ആവുക, ഇടയ്ക്കിടയ്ക്ക് ഉണരുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ കാണുക, അവ്യക്തമായി എന്തെങ്കിലും സംസാരിക്കുക, നിലവിളിച്ചുകൊണ്ട് ഞെട്ടി ഉണരുക, അതുപോലെ തന്നെ പല്ല് കടിക്കുക, അമിതമായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി, ആങ്കർ, ഇമോഷൻസ് എന്നിവ ഉണ്ടാവുക, വിഷ്വൽ ഹാലൂസിനേഷൻസ്, ഇല്ലാത്തത് കാണുക. ഉദാഹരണത്തിന് ഒരു കസാര അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അതൊരാളാണോ എന്നുള്ളൊരു തരത്തിലുള്ള വിഷ്വൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, സ്മെല്ല് കൃത്യമായിട്ട് കിട്ടാതിരിക്കുക, ടേസ്റ്റ് കൃത്യമായി അറിയാതിരിക്കുക, തണുപ്പാണെങ്കിൽ ചൂടായും ചൂടാണെങ്കിൽ തണുപ്പായും നമ്മുടെ ശരീരത്തിന് ഫീൽ ചെയ്യുക, ഭക്ഷണം ഇറക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ചോക്കിങ്, ചുമ ഉണ്ടാവുക, പ്രത്യേകിച്ച് വെള്ളം പോലെയുള്ള സാധനങ്ങൾ ഇറക്കുമ്പോൾ, നമ്മളൊരാളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യം പെട്ടെന്ന് മറന്നു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മറന്നു പോവുക, ഷർട്ടിൻ്റെ ബട്ടൺ ഇടാനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മുണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഹാൻഡ് റൈറ്റിങ്ങും സിഗ്നേച്ചറും വളരെ ബുദ്ധിമുട്ടാവുക, കഴുത്തിലും ഷോൾഡറിലും കൈകളിലും നടുവിലും കാലുകളിലുമുള്ള പേശികൾ ഭയങ്കര റിജിഡ് ആവുക, രാത്രി കാലങ്ങളിൽ കാലിൻ്റെ കാഫ് മസിൽസിൽ മസിൽ ക്രാംസ് ഉണ്ടാവുക, കിടക്കയിൽ നിന്ന് തിരിഞ്ഞ് കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, ചെരുപ്പിടാനുള്ള ബുദ്ധിമുട്ട്, ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നടക്കുമ്പോൾ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിപ്പോകുന്നത് പോലെയുള്ള തോന്നലുകൾ ഉണ്ടാവുക, നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും വരാതെ ഒരു മാസ്ക്ഡ് ഫേസ് ആയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക, അമിതമായിട്ട് വായിൽ നിന്ന് ഉമിനീര് വരിക, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഒരു പാർക്കിൻസൺസ് രോഗികളിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഹെറിഡിറ്ററി ആയിട്ട്, അതായത് ആ രോഗം വന്ന ആളുടെ മുൻ തലമുറകളിൽപ്പെട്ട ആർക്കെങ്കിലും, അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ അടുത്ത ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പാർക്കിൻസൺസ് രോഗം തന്നെ ആവണമെന്നില്ല, പാർക്കിൻസൺസ്, ഡിമെൻഷ്യ, അൽഷിമേഴ്സ്, മെൻ്റലി റിട്ടാർഡഡ്, സ്ട്രോക്ക്, പാരാലിസിസ് പോലെയുള്ള ഏതെങ്കിലും അസുഖമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തലയ്ക്ക് ഏൽക്കുന്ന ക്ഷതങ്ങൾ, ഈവൻ കുട്ടിക്കാലത്താണെങ്കിൽ പോലും റോഡ് ആക്സിഡൻറ്റ് വഴിയോ അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും ശക്തമായി വന്ന് ഇടിക്കുന്നത് വഴിയോ അത്തരത്തിൽ എന്തെങ്കിലും തലയ്ക്കേൽക്കുന്ന ക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 5 വർഷമോ 10 വർഷമോ 20 വർഷങ്ങൾക്ക് ശേഷം
അവർക്ക് പാർക്കിൻസൺസ് രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് വാസ്കുലർ പാർക്കിൻസോണിസം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഫിറ്റ്സ് പോലെയുള്ള, എപ്പിലെപ്സി പോലെയുള്ള, അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പനി പോലെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള ഒരു രോഗം ലേറ്റർ ഒരു 50 വയസ്സോ 60 വയസ്സിലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് ഏതെങ്കിലും ഒരു അസുഖത്തിന്, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് 1 വർഷമോ അതിലധികമോ മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ ഇൻട്രാക്ഷൻസ്, ഒരുപാട് പോയ്സൺസ്, ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് ഇതുമായിട്ട് ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളവർക്ക്, അവർ പ്രോപ്പറായിട്ട് മാസ്കുകളോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും ഇല്ലാതെയും ഇത്തരം അസുഖങ്ങൾ വരുന്നവരാണ് നമ്മൾ ഇഡിയോപ്പതിക് പാർക്കിൻസൺ ഡിസീസ് എന്ന് ഉള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്താറുള്ളത്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഓപ്പറേഷൻസ്, ആൻജിയോപ്ലാസ്റ്റി, CABG, അതായത് ബൈപ്പാസ് സർജറി പോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ളൊരു പാർക്കിൻസൺസ് രോഗം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ദീർഘകാലം പ്രമേഹം, അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ, രക്തസമ്മർദ്ദം പോലെയുള്ള അസുഖങ്ങൾ, അതിന് കൃത്യമായിട്ട് മരുന്ന് കഴിക്കാതിരിക്കുന്ന ആൾക്കാരിലും ഇത്തരത്തിലുള്ള അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്കിന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു MRI ബ്രെയിനാണ് നമുക്ക് എടുത്ത് നോക്കാനുള്ളത്. പക്ഷേ MRI ബ്രെയിൻ ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റികൾ ഒന്നുമില്ലാതെ തന്നെ, സ്ട്രക്ചറൽ ഡാമേജുകൾ ഒന്നുമില്ലാതെ തന്നെ പാർക്കിൻസൺ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ചില രോഗികളിൽ പ്രകടമാവാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സെറബെല്ലാർ അട്രോപ്പി പോലെയുള്ള കമൻറ്റുകൾ MRIയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അസുഖം കൺഫർമേറ്ററി ആക്കുന്നതാണ്. പിന്നെ ഒരു ഡോപ്പമിനർജിക് ടെസ്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ തലച്ചോറിലുള്ള ഡോപ്പമിൻ്റെ അളവ് കൃത്യമാണോ കുറവുണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററി മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ഒരു ഗട്ട് മൈക്രോബയോൺ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടെ ഇത്തരത്തിലുള്ള പാർക്കിൻസൺസ് ആണെന്ന് ഡയഗ്നോസ് ആയി കഴിഞ്ഞാൽ ഈ ഗട്ട് മൈക്രോബിയം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള പാരസൈറ്റ്സിൻ്റെയും ബാക്ടീരിയയുടെയും അളവുകൾ കണ്ടെത്തി അത് കൃത്യമാക്കി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കാറുണ്ട്. ഇനി ആയുർവേദ ചികിത്സ നമുക്ക് പാർക്കിൻസൺസ് രോഗത്തിൽ ഫലപ്രദമാണോ എന്ന് നമുക്ക് നോക്കാം. ആയുർവേദത്തിലെ ബസവരാജീയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ കമ്പവാതം എന്ന് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന രോഗത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കരപാത തലേ കമ്പേ ദേഹഭ്രമണ ദുഃഖിതേ നിദ്രാഭംഗോ മതിക്ഷീണ കമ്പവാതസ്യ ലക്ഷണം. അതായത് കരപാത തലേ കമ്പേ, കൈകാലുകളിലും ശരീരത്തിലും മുഴുവൻ ഉണ്ടാവുന്ന വിറയൽ, ദേഹഭ്രമണ ദുഃഖിത, ശരീരത്തിൽ മുഴുവനായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നിദ്രാഭംഗോ ഉറക്കം നഷ്ടപ്പെടുക, മതിക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, ഇതെല്ലാമാണ് കമ്പവാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് ആയുർവേദത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി ഇതിൻ്റെ ചികിത്സ നിഷ്കർഷിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായിട്ട് ഒരു 3 സ്റ്റേജിലൂടെ ഇതിൻ്റെ ചികിത്സ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ഫലപ്രാപ്തി, പ്രത്യേകിച്ച് വളരെ ഏർലി സ്റ്റേജിലുള്ള ഒരു പേഷ്യൻ്റാണ് യങ് ഓൺസെറ്റ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള പേഷ്യൻസ്, പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് മുൻപ് പ്രായമുള്ളവരിലാണ് ഇത്തരം അസുഖം കാണുന്നതും അതുപോലെ തന്നെ ഏറ്റവും ഏർലി സ്റ്റേജസിൽ ഇത്തരം അസുഖത്തിന് ചികിത്സ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ വളരെയധികം നിയന്ത്രണ വിധേയമായി പരിപൂർണമായിട്ട് ഇല്ലാതാക്കാം എന്നുള്ളൊരു വാക്ക് നിയമത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മളൊരു പ്രമേഹം നമ്മളെങ്ങനെ നിയന്ത്രിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നു, അതേപോലെ തന്നെ കൊണ്ടുപോകാവുന്ന ഒരു അസുഖം തന്നെയാണ് പാർക്കിൻസൺസ് രോഗം. 3 സ്റ്റേജിലൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഉത്തമം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശമനം, ശോധനം, രസായനം. ശമന ചികിത്സ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഡോക്ടറെയാണ് നിങ്ങൾ കൃത്യമായി കണ്ട്, ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു ഡോക്ടറിനെ കൃത്യമായി കണ്ട് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ കൃത്യമായി ആ ഡോക്ടറോട് പറഞ്ഞ് ഇത് ടിപ്പിക്കൽ പാർക്കിൻസൺസ് ഡിസീസ് തന്നെയാണോ, പാർക്കിൻസോണിസമാണോ, എറ്റിപ്പിക്കൽ പാർക്കിൻസൺസ് ആണോ, പാർക്കിൻസൺ സിൻഡ്രോം ആണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റം അട്രോഫിയാണോ, എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ആദ്യമായി ഒന്ന് ആ ഡോക്ടറുമായി സംസാരിച്ച് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ പറയുന്ന അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ, കഷായങ്ങൾ, ഗുളികകൾ, പുറമെ തേക്കാനുള്ള എണ്ണകൾ എന്നിവ 1-2 മാസം നിങ്ങൾ ഉപയോഗിച്ച് സിംറ്റമാറ്റിക് റിലീഫാണ് നമുക്ക് ആദ്യം ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള കാര്യം. അടുത്ത സ്റ്റേജ് ചികിത്സ എന്ന് പറയുന്നതാണ് നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 21 ദിവസമെങ്കിലും നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ ആയുർവേദ തെറാപ്പീസും ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഒഴിച്ചിൽ, കിഴി, ശിരോധാര, ശിരോവസ്തി, നസ്യം, മാത്രാവസ്തി, കഷായവസ്തി പോലെയുള്ള ചികിത്സകളാണ് നമ്മൾ ചെയ്യേണ്ടത്. 21 ദിവസം എന്ന് പറഞ്ഞ് ചുമ്മാ പറയുന്നതല്ല. ഒരു ഒരു നമ്മുടെ നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ബ്രെയിൻ ആ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻസ് ബ്രേക്ക് ചെയ്ത് പുതിയത് സ്വീകരിക്കുന്നതിന് എടുക്കുന്ന ഒരു സമയമാണ് 21 ദിവസം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു ടെർമിനോളജിയാണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി, സൈക്കോളജി കൗൺസിലിംഗ്, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, യോഗ, ഡയറ്ററ്റിക്സ് പോലെയുള്ള അലൈഡ് ഹെൽത്ത് കെയർ സയൻസസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഫലപ്രാപ്തി നമുക്ക് ലഭിക്കും. എന്തിനാണ് ഇത്തരത്തിൽ അലൈഡ് ഹെൽത്ത് കെയർ സയൻസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിസിയോതെറാപ്പി എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ആ പറയുന്ന പേഷ്യൻറ്റിന് നമ്മുടെ കഴുത്തിലോ ഷോൾഡറിലോ ശരീരത്തിലോ എവിടെയെങ്കിലും ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്, റിജിഡിറ്റി, ബാലൻസ് പ്രോബ്ലം, ടേണിംഗ് ഡിഫിക്കൽറ്റി, പോസ്റ്റർ ഡിഫിക്കൽറ്റി എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടെ നമുക്ക് മനസ്സിലാക്കാനും അതുവഴി കൃത്യമായിട്ടുള്ള ബാലൻസ് ട്രെയിനിങ്, സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് വഴി അവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാനും സാധിക്കും. ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സ്, ഹാൻഡ് റൈറ്റിംഗ്, സിഗ്നേച്ചർ, ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക പോലെയുള്ള ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സ് ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടെ നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ സാധിക്കും. നടക്കുമ്പോൾ ഉണ്ടാവുന്ന ബാലൻസും അതുപോലെ തന്നെ സംസാരത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ക്ലാരിറ്റി, വോളിയം പോലെയുള്ള കുറവുകൾ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടെ, ഡിസ്പാജിയ, ഡിസാർട്രിയ പോലുള്ള പ്രശ്നങ്ങൾ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടെ നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഈ പാർക്കിൻസൺസ് രോഗമുള്ളവർക്ക് അവരുടെ മെറ്റാബോളിസം റേറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് അബ്സോർബ് ആവില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോടുകൂടെ കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ മെറ്റാബോളിസം നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാൻ സാധിക്കും. കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അമിതമായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി, ഉത്കണ്ഠ പോലെയുള്ള പ്രശ്നങ്ങൾ, ഇമോഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടെ ബ്രെയിൻ ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്സും അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന കാര്യങ്ങൾ വഴി നമുക്കത് ഓവർകം ചെയ്തെടുക്കാൻ സാധിക്കും. യോഗ, പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് കൃത്യമായിട്ടുള്ളൊരു ഉണർവും അതുവഴി നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടുകയും മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു വളരെ ഉന്മേഷത്തോടു കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് അപ്രോച്ചിലൂടെ ചെയ്യാനും നമുക്ക് യോഗ, പ്രാണായാമം എന്നതിലൂടെ സാധിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് രസായന ചികിത്സ, റെജനറേറ്റീവ് തെറാപ്പീസാണ്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് രസായനങ്ങൾ, അതായത് റെജനറേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അപ്പം നിങ്ങൾ കഴിക്കുന്ന അലോപ്പതി മരുന്നുകളുടെ ഡോസേജ് നമുക്ക് ക്രമേണ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ആയുർവേദ മരുന്നുകളും വളരെ മിതമായിട്ടുള്ളൊരു ഡോസേജിലൂടെ, കൃത്യമായിട്ടുള്ള വ്യായാമത്തിലൂടെ, കൃത്യമായിട്ടുള്ള ഔഷധ സേവയിലൂടെ, കൃത്യമായിട്ടുള്ള പഥ്യാപത്യങ്ങളിലൂടെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ പാർക്കിൻസൺസ് രോഗത്തെ പരിപൂർണമായി നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് തരാൻ സാധിക്കും. 1, ഫെർദർ ഡീജനറേഷൻ നമുക്ക് അറസ്റ്റ് ചെയ്യാം. 2, ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. 3, ലോഞ്ചിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഈ 3 സ്റ്റേജിലൂടെ കൃത്യമായി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 5 ഗോൾഡൻ റൂൾസ്: കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക, നിർബന്ധമായും 40 മുതൽ 60 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക. ഈ 5 ഗോൾഡൻ റൂൾസ് പാലിച്ചു കഴിഞ്ഞാൽ ഈ പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്ന രോഗത്തെ നമുക്ക് തീർച്ചയായിട്ടും അതിജീവിക്കാൻ കഴിയും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം.